ഒരു മതവിഭാഗത്തിൽപ്പെട്ട ഒരാൾ അക്രമം നടത്തിയാൽ ആ മതവിഭാഗം മുഴുവൻ തീവ്രവാദികളാണ് എന്ന് പ്രചരിപ്പിക്കുന്നത് ഒരു കാലത്ത് ശരിയല്ല. ഞങ്ങൾ അതിന് ഒരു കാലത്തും അതിനോട് യോജിപ്പില്ല. ഹിന്ദുവായി ജനിച്ചതിന്റെ പേരിൽ, ഹിന്ദുവായി ജീവിച്ചതിന്റെ പേരിൽ, ഹിന്ദു എന്നതിന്റെ പേരിൽ ഒരു സ്ഥലത്ത് സന്ദർശനം നടത്തിയതിന്റെ പേരിൽ ജീവൻ നഷ്ടപ്പെടേണ്ടി വന്ന ആൾക്കാരുടെ മുമ്പിലാണ് അദ്ദേഹം ഇത്തരത്തിലൊരു പരാമർശം നടത്തുന്നത്. ഹിന്ദുക്കൾക്ക് നേരെ നടന്ന ഒരു കൂട്ടക്കൊലയാണ്, അല്ലെങ്കിൽ ഹിന്ദുക്കൾക്ക് നേരെ നടന്ന ബോധപൂർവമായി നടന്ന അക്രമമാണ്, ഇസ്ലാമിക ഭീകരവാദം തന്നെയാണ് ഈ ജമ്മു കാശ്മീരിൽ ഉണ്ടായത്. ആപാടുണ്ടായതിന് നമുക്ക് സംശയത്തോടെ മാത്രമേ നോക്കിക്കാണാൻ സാധിക്കൂ. കാരണം UDF ഹൈജാക്ക് ചെയ്തിരിക്കുന്ന മുസ്ലിം ലീഗിന് അല്പസമയം മുമ്പാണ് അൻവറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇറങ്ങി വന്നിക്കൊണ്ടാണ് സതീശന്റെ ഭാഗത്ത് ഇത്തരത്തിലൊരു നിലപാടുണ്ടാകുന്നത്. ഇസ്ലാമിക ഭീകരവാദർ മതം ചോദിച്ച വസ്ത്രം ഉരിഞ്ഞു നോക്കി അവന്റെ ശരീരത്തിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് നോക്കി ഹിന്ദുവാണോ എന്ന് തിരിച്ചറിഞ്ഞ ഹിന്ദുവിനെ വെടിവെച്ചു കൊല്ലുന്ന ഒരു നാട്ടിലാണ് ഇത്തരത്തിൽ കോൺഗ്രസ് നേതാവിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു പരാമർശം ഉണ്ടായിരിക്കുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരികയാണ്. ഇസ്ലാമിക ഭീകരവാദത്തിന് കുടപിടിക്കുന്ന വാക്കുകൾ